മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗോഡ് മിൽക്കിന്റെ സോപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഗോഡ് മിൽക്കിന്റെ സോപ്പ് നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് അത്രയും സൂപ്പർ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചർ ആക്കി വെക്കാനായിട്ട് നമ്മുടെ ഗോഡ് മിൽക്കിന്റെ സോപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഗോഡ് മിൽക്ക് സോപ്പ് മേക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഒരുപാട് പേര് നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റിൽ ഗോഡ് മിൽക്കിന്റെ സോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് 1 kg കറക്റ്റ് അളവിലാണ് കേട്ടോ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ 1 kg ഗോഡ് മിൽക്കിന്റെ സോപ്പ് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സോപ്പ് ബേസ് പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. നമ്മുടെ സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ വീടുകളിൽ എല്ലാവരും സോപ്പ് അല്ലെങ്കിൽ ഷവർ ജെല് യൂസ് ചെയ്ത് കുളിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പുകൾ നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ നമുക്ക് ഇതുപോലെ സോപ്പുകൾ മേക്ക് ചെയ്തിട്ട് ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഏണിങ്സ് കിട്ടാനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നമുക്ക് കട്ട് ചെയ്തെടുത്താലോ. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു കട്ട് ചെയ്യണ മെഷീൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ കത്തി ഉപയോഗിച്ചും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം. ഇതിലും ചെറിയ പീസുകളാക്കാൻ പറ്റുവെച്ചെങ്കിൽ ആക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാം 1 kg സോപ്പ് ബേസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലൊരു സോസ് പാനിലേക്ക് മാറ്റാം കേട്ടോ. അതിൻ്റെ ഗ്ലാസ് ജാർ ആണെങ്കിൽ അതിലേക്ക് മാറ്റിയാലും മതിയേ. ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നമ്മുടെ സോപ്പ് ബേസ് വെച്ച പാത്രം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് നല്ല രീതിയിൽ തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് നോക്കുമ്പോൾ പാല് പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 5 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 5 ml ആൽമണ്ട് ഓയിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു 6 ഡ്രോപ്പോളം നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ലൊരു ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 100 ഗ്രാമിൻ്റെ 10 സോപ്പാണ് കേട്ടോ കിട്ടുക. റെഡിക്ക് ഞാൻ 1 kg ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ 1 kg കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ 10 സോപ്പിലേക്കുള്ളത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് നമുക്ക് 9 സോപ്പ് കഴിഞ്ഞാൽ 10ാമത്തെ സോപ്പിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ പാത്രത്തിലൊക്കെ കുറച്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കുക. 10 ഗ്രാമോ 20 ഗ്രാമോ കൂടുതൽ എടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ 10ാമത്തെ സോപ്പിൽ ചെറുതായിട്ട് കുറവുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 10 സോപ്പിനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോപ്പുകളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് 10 സോപ്പ് കേട്ടോ ഗോഡ് മിൽക്കിൻ്റെ. അപ്പോൾ പലർക്കും പല സോപ്പുകളോടാണ് ഇഷ്ടം. അപ്പോൾ ഒരു കസ്റ്റമറിനാണെങ്കിൽ ഗോഡ് മിൽക്കിൻ്റെ സോപ്പാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറേ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്മെല്ലും അതുപോലെ തന്നെ ഓരോ ഇപ്പോൾ അലോവേറ അതുപോലെ തന്നെ നീം ശംഖുപുഷ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സോപ്പുകളോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം വരിക. അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പുകളെല്ലാം നമ്മൾ മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് വെക്കണം. ഇത് നമുക്ക് 2 തവണ ഈ ടൈമിൽ നമ്മൾ കവർ ചെയ്യേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഇതിലെ ഗ്ലിസറിൻ പൊന്തി വരും. അപ്പൊ അതൊന്ന് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ്. ഇനി നിങ്ങൾക്ക് ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസോ അല്ല ഇതിന്റെ കിറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ 22ഓളം ടൈപ്പ് കിറ്റുകൾ ഉണ്ട് കേട്ടോ സോപ്പ് മേക്കിങ്ങിന്റെ. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുവേ. അപ്പോൾ നല്ല
സൂപ്പർ സോപ്പുകൾ നമുക്ക് വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇത് നീ കവർ ചെയ്ത് വെക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒരു വൈറ്റ് ഹാർട്ട് എന്തായാലും കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ.